അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാ ഷാ അല്ലാഹു കാന വമാ ലം യശഅ ലം യകുൻ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅലാ അസ്ഹാബിഹി വഅലാ മശായിഖി. ഏറ്റവും പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, ചെറിയ അമലുകളെ കൊണ്ട് വലിയ കൂലി നേടാവുന്ന അമലുകളെ കുറിച്ചാണ് നാം പറയുന്നത്. അത്തരം ഒരു ചെറിയ അമലിനെ കുറിച്ചാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു, അതുപോലെ ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹുവും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പറയുന്നത്. എന്താ ഹദീസ്? അൻ സയ്യിദിനാ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു തആല അൻഹുമാ ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ മിൻ ഇൻദി സയ്യിദത്തിനാ ഉമ്മുൽ മുഅ്മിനീന ജുവൈരിയ്യ റളിയല്ലാഹു അൻഹാ വഹിയ ഫീ മുസല്ലാഹ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ തൻ്റെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ്യ റളിയല്ലാഹു തആലാന്റെ അടുക്കൽ നിന്ന് പുറത്തേക്ക് പോയി. വഹിയ ഫീ മുസല്ലാഹ, മഹദി തൻ്റെ നിസ്കാരപ്പായയിലാണുള്ളത്. മഹദിയെ അവിടെ വിട്ട് നബി തങ്ങൾ പുറത്തു പോയി. നമുക്കറിയാം, ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ്യ റളിയല്ലാഹു തആല അൻഹ വലിയ മുബാറക്കത്തായ നമ്മുടെ ഉമ്മയാണ്. മഹദി ബനുൽ മുസ്തലക്ക് ഗോത്രത്തിന്റെ നേതാവായ മഹാനായ അൽ ഹാരിസ് ബിൻ അബി ദിറാർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പുത്രിയായിരുന്നു. ബനുൽ മുസ്തലക്ക് യുദ്ധം പരാജയപ്പെട്ടപ്പോൾ ബന്ദികളാക്കിയവരിൽ മഹദി ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയും ഉണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ഗനീമത്ത് മുതൽ ഓഹരി ചെയ്തപ്പോൾ മഹദിയെ ലഭിച്ചത് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു തആല അൻഹു എന്ന സ്വഹാബിക്കായിരുന്നു. ഒരു വലിയ ഗോത്രത്തലവന്റെ മകളായ മഹദി ആ ഗോത്രത്തിൽ വലിയ സ്ഥാനമുള്ളവരായിരുന്നു, അതിസുന്ദരിയുമായിരുന്നു. അതിനാൽ ഒരു അടിമയായി കഴിഞ്ഞുകൂടാൻ മഹദിയുടെ ആത്മാഭിമാനവും സ്ഥാനവും മഹിമയും സമ്മതിച്ചില്ല. അങ്ങനെ മഹദി സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവുമായി മോചന കരാർ എഴുതി. അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ ഇത്ര പണം തരാമെന്ന കരാർ എഴുതി. കരാറൊക്കെ സാബിത്ത് റളിയല്ലാഹു അൻഹു സ്വീകരിച്ചു. പക്ഷേ മഹദിയുടെ കയ്യിൽ മോചനദ്രവ്യം നൽകാൻ ഒന്നുമില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് റഹ്മത്തുല്ലിൽ ആലമീനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ചെന്ന് സങ്കടം പറഞ്ഞു. നബിയെ, ഞാൻ അങ്ങേക്കറിയുന്നത് പോലെ ഇങ്ങനെയൊക്കെയാണ്, എനിക്ക് മോചനം ലഭിക്കണം. സാബിത്ത് തങ്ങൾ അതിന് സമ്മതിച്ചിട്ടുമുണ്ട്, പക്ഷേ എൻ്റെ അടുക്കൽ കൊടുക്കാനൊന്നുമില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ മഹദിയോട് പറഞ്ഞ മറുപടി വല്ലാതെ ചിന്തിപ്പിക്കുന്ന മറുപടിയാണ്. ഫഹല്ലക്കി ഫീ ഖൈരിൻ മിൻ ദാലിക, അല്ല ജുവൈരിയ, ഇതിനേക്കാളും ഉത്തമമായത് ഞാൻ നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ? ഖാലത്ത് വമാ ഹുവ യാ റസൂലല്ലാഹ്, അതെന്താ ഇതിനേക്കാളും ഉത്തമമായത്? ഖാല അഖ്ളി കിതാബതകി വഅതസവ്വജുകി, നിങ്ങളുടെ ആ മോചനദ്രവ്യം ഞാൻ കൊടുക്കാം, എന്നിട്ട് ഞാൻ അങ്ങയെ വിവാഹം ചെയ്തോളാം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളുടെ ലക്ഷ്യം? ഒരാൾ കുഫ്രിയത്തിലേക്ക് തന്നെ തിരിച്ചു പോകുന്നതിനേക്കാളും പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വരിക എന്ന റഹ്മത്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾ ഇതിലൂടെ ആശിച്ചത്. എന്നല്ല, മഹദിയിലൂടെ ആ ഗോത്രം തന്നെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരാൻ കാരണമാകുമെന്ന ദീർഘവീക്ഷണവും ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നു. അതാണ് അങ്ങനെ പറയാൻ കാരണം. നിങ്ങളുടെ ആ ഇടപാടൊക്കെ ഞാൻ തീർത്തോളാം, പക്ഷേ ഞാൻ അങ്ങേ വിവാഹം ചെയ്യുകയും ചെയ്തോളാം. കാലത്ത് മഹദി പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ് ഖദ് ഫഅൽതു, സന്തോഷം കൊണ്ട് മഹദി പറഞ്ഞു, ഞാനത് സമ്മതിച്ചു, ചെയ്തു കഴിഞ്ഞു. മാഷാ അല്ലാഹ്. ആ വിവാഹം വല്ലാത്തൊരു വിവാഹമാണ് മഹദിക്ക് കിട്ടുന്നത്, അല്ലെ? തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ തങ്ങളെ ഭർത്താവായി കിട്ടുക എന്നത് വലിയ ഭാഗ്യമല്ല. മഹദി തന്നെ പറയാറുണ്ട്, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമ വഅന ഇബ്നതു 20 സന, എനിക്ക് 20 വയസ്സുള്ളപ്പോൾ എന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തു. അല്ലാഹു ആ മഹദിയെ കാണാനും കൈപിടിക്കാനും നമ്മുടെ ഉമ്മമാർക്കും
ഭാര്യമാർക്കും പെൺകുട്ടികൾക്കും ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദരിമാർക്കും തൗഫീക്ക് നൽകട്ടെ. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, മഹദിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മോചിപ്പിച്ച് എത്തിക്ക് ചൊല്ലി മഹദിയെ വിവാഹം ചെയ്തു എന്നറിഞ്ഞപ്പോൾ മദീനത്തുണ്ടായിരുന്ന ആ ബനുൽ മുസ്തലഖ് യുദ്ധത്തിൽ ബന്ദികളാക്കി എല്ലാവരെയും സ്വഹാബത്ത് വിട്ടയച്ചു എന്ന ആ ഒരൊറ്റ കാരണം കൊണ്ട്. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ കുടുംബക്കാരെ അടിമകളാക്കി വീട്ടിൽ വെക്കുക എന്നത് അദബല്ല, അത് അദബ് കുറവാണ്. അതുകൊണ്ട് നബിതങ്ങളുടെ ഭാര്യയുടെ കുടുംബക്കാരെ ആദരിച്ചു. ഇതൊക്കെ നമ്മളും മനസ്സിലാക്കുക. ഭാര്യമാരെ കുടുംബത്തെ നാം ആദരിക്കണം, ഭാര്യമാരുടെ മാതാപിതാക്കളെ നാം ബഹുമാനിക്കണം, അവരുടെ ആങ്ങളമാരെയും സഹോദരിമാരെയും നാം ബഹുമാനിക്കണം, അവരുമായി ബന്ധപ്പെട്ടവരെയൊക്കെ നാം ആദരിക്കണം. സ്വഹാബത്ത് കാണിച്ചെന്ന മാതൃകയാണ്. ആ ഒരൊറ്റ അസ്ഹാറു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർസലൂ മാ ബി ഐദിൻ, റസൂലുള്ളാഹിന്റെ ഭാര്യന്റെ കുടുംബക്കാരെ എല്ലാവരെയും മോചിപ്പിച്ചു. അങ്ങനെ ആ ഒരൊറ്റ റഹ്മത്തിന്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവരെ വിവാഹം ചെയ്യുകയും സ്വഹാബത്ത് ഇവരെയൊക്കെ വിട്ടയക്കുകയും ചെയ്തപ്പോൾ 100ഓളം ബനുൽ മുസ്തലഖിലെ ഗോത്രത്തിലെ വീടുകൾ, 100ഓളം വീടുകളിലുള്ള ആളുകൾ മുഴുവനും ഇസ്ലാം മതം സ്വീകരിച്ചു. എത്രത്തോളം? ജുവൈരിയ റളിയല്ലാഹു തആല അൻഹയുടെ ഒപ്പവരേക്കും ഇസ്ലാം മതം സ്വീകരിച്ചു. മാഷാ അല്ലാഹ്. ചുരുക്കി പറഞ്ഞാൽ ആ വലിയ ഭാഗ്യവതിയായ മഹദിയുടെ കഥയാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത്. നബി തങ്ങള് മഹദി മുസല്ലയിലിരിക്കെ, തന്റെ നിസ്കാരപ്പായയിലിരിക്കെ പുറത്തുപോയി. അങ്ങനെ കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നു. മണിക്കൂറുകൾ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ വഹിയ ഫീ മുസല്ല, അപ്പോഴും മഹദി തന്റെ നിസ്കാരപ്പായയിൽ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, ലം തസാലി ഫീ മുസല്ലാക്കി ഹാദാ, അല്ല ജുവൈരിയ, നിങ്ങൾ ഇപ്പോഴും ഈ നിസ്കാരപ്പായയിൽ തന്നെയാണോ? കാലത്തിനാ, അതേ നബി. അപ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതാണ് നമ്മുടെ വിഷയം. ഖുൽതു ബഅദകി അർബഅ കലിമാത്തിൻ സലാസ മർറാത്തിൻ, പ്രിയപ്പെട്ട ജുവൈരിയ, ഞാൻ ഇവിടുന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് ഇറങ്ങിയില്ലേ, അതിനുശേഷം ഞാൻ വെറും 4 വചനങ്ങൾ 3 പ്രാവശ്യം ചൊല്ലി. ലൗ വുസിനത് ബിമാ ഖുൽതി ലവസനതുഹുന്ന, ഞാൻ ഈ ചൊല്ലിയ വെറും 4 വചനങ്ങൾ ഉണ്ടല്ലോ, നിങ്ങൾ മണിക്കൂറുകളോളം ചൊല്ലിയ ദിക്റുകളും ഇതും തമ്മിൽ തൂക്കി നോക്കുകയാണെങ്കിൽ ഞാൻ ചൊല്ലിയ ഈ 4 വചനങ്ങൾക്കാണ് ഭാരം തൂങ്ങുക. അവയാണ് മുന്തിയത്, അതിനാണ് വാല്യൂ കൂടുതൽ. മാഷാ അല്ലാഹ്. എന്താണ് ആ ദിക്റ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതി. അല്ലാഹ്, വല്ലാത്തൊരു വചനം. നോക്കൂ നിങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ചെയ്തു തന്ന റഹ്മത്താണിത്. വളരെ ചെറിയ ഒരു കർമ്മം, അതിനുള്ള കൂലിയ വളരെ വലുതും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു, അവനെ സ്തുതിക്കുന്നതോടൊപ്പം. എങ്ങനെ? ആദദ ഖൽഖി, അള്ളാഹു പടച്ച പടപ്പുകളുടെ എണ്ണം, അത്രയും എണ്ണം ഞാൻ തസ്ബീഹ് ചൊല്ലുന്നു, അത്രയും എണ്ണം ഞാൻ ഹംദ് പറയുന്നു അള്ളാഹുവിന്. വരിളാ നഫ്സി, അള്ളാഹ് ഇഷ്ടപ്പെടുന്ന അത്ര, അള്ളാഹുവിന് തൃപ്തിയാകുന്നത് വരെ ഞാൻ തസ്ബീഹും ഹംദും ചൊല്ലുന്നു. വസീനത്തെ അർശി, അള്ളാഹുവിന്റെ പടപ്പുകളിൽ വെച്ച് ഏറ്റവും ഭാരം കൂടിയ പടപ്പാണ് അർശ്. ആ അർശിന്റെ തൂക്കത്തോളം ഞാൻ എന്ത് ചെയ്യുന്നു? തസ്ബീഹ് ഹംദ് ചൊല്ലുന്നു. വമിദാദ കലിമാത്തി, അള്ളാഹുവിന്റെ വചനങ്ങൾ തിട്ടപ്പെടുത്താൻ കഴിയാത്താണ്, അത്രയും എണ്ണം ഞാൻ തസ്ബീഹും ഹംദും ചൊല്ലുന്നു. ഈ 4 വചനങ്ങൾ അത് പ്രിയപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹ മണിക്കൂറുകളോളം ചൊല്ലിയ ദിക്റിനേക്കാളും മഹത്തമാണ്. അതുപോലെ നാം ഇവിടെ ചിന്തിക്കേണ്ടത്, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്തു തന്ന വലിയൊരു നിഅമത്താണിത്. സല്ലല്ലാഹു വസല്ലമ അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്. അതേപോലെ ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹയെ പോലുള്ള ഒരു വലിയ മഹദി, അവർ സ്വഹാബിയത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണ്, സ്വർഗത്തിലെത്തുമെന്ന് ഉറപ്പുള്ളവരാണ്. എന്നിട്ടും മണിക്കൂറുകൾ നിസ്കാരപ്പായയിലിരുന്ന് ദിക്ർ ചൊല്ലിയിരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ അവസ്ഥയൊക്കെ ആലോചിക്കുക. പരിശുദ്ധ റമദാൻ കഴിഞ്ഞു, ഒരു ഖത്മെങ്കിലും നാം പൂർത്തിയാക്കിയോ? മൊബൈലിൽ ചെലവഴിക്കുന്ന സമയത്തിന്റെ 4/1 വിശുദ്ധ ഖുർആനിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ എത്രയോ ഖത്മ നമുക്ക് തീർക്കാമായിരുന്നു. പക്ഷേ നാം അതിന് പരിഗണന നൽകിയില്ല. സത്യത്തിൽ ഈ
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖി വരിദാ നഫ്സി വസിനത അർശി മിദാദ കലിമാത്തി എന്ന ദിക്ർ നമ്മുടെ വിർദുൽ ലത്തീഫിലുണ്ട്. ഇത്തരം ഹദീസുകൾ കാണുമ്പോഴാണ് ഇമാം ഹദ്ദാദ് റളിയല്ലാഹു തആല അൻഹു ചെയ്ത സേവനങ്ങളുടെ വലിപ്പം മനസ്സിലാവുക. ഇത്തരം ഒരുപാട് ദിക്റുകളുടെ സമാഹാരമാണ് വിർദുൽ ലത്തീഫ്, അഥവാ ചെറിയ ദിക്റുകൾ. എന്നാൽ അതിന് കിട്ടുന്ന പ്രതിഫലങ്ങൾ വളരെ വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ ഇമാം ഹദ്ദാദ് റളിയല്ലാഹുവിന്റെ സ്ഥാനം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. സാധിക്കുന്നവരൊക്കെ വിർദുൽ ലത്തീഫ് പതിവാക്കുക. വല്ലാത്ത മധുരം തോന്നുന്ന ഒരു വിർദാണ് വിർദുൽ ലത്തീഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ചെറിയ ചെറിയ ദിക്റുകൾ ജീവിതത്തിൽ കൊണ്ടു നടക്കാനും ദാക്കിര്യങ്ങളിൽ ഉൾപ്പെടാനും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കട്ടെ. പരിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെടുത്തട്ടെ. മരണപ്പെട്ടുപോയവരുടെ ഖബറിടം അല്ലാഹു സ്വർഗ്ഗപ്പൂന്തപ്പാട്ടെ. പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ. സല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.